ഇംഗ്ലീഷ് സിനിമ കണ്ടു. ഇത് വളരെ നല്ല സിനിമയാണ്. ഒരു അബോവ് ആവറേജ് ഫിലിം എന്ന് പറയാം. ഇപ്പം വരുന്ന റിവ്യൂസൊക്കെ ഭയങ്കര നല്ല റേറ്റിംഗാണ് കൊടുക്കുന്നത്. എക്സലൻറ്റ് മൂവി എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും വരില്ല. എനിക്കൊരു അബോവ് ആവറേജ് ഫീലാണ് കിട്ടിയത്. നല്ല സിനിമയാണ്. ബട്ട് പറയുന്ന അത്രയും വരുന്നില്ല. സിനിമ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. കാരണം ഇതിൽ സ്പോയിലേഴ്സ് ഉണ്ട്. ഈ ഒബ്സഷനിൽ ഒരു ഫ്രഷ് ടേക്കാണുള്ളത്. ഈ ദേഹത്ത് ബാധ കൂടുന്ന സംഗതി എന്നൊക്കെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. ബാധ കയറുന്ന പൊതുവെയുള്ള സിനിമകളിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നു, ബാധ കയറിയ മനുഷ്യൻ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള സംഗതിയാണ്. പക്ഷേ ഇതിൽ ഈ ബോയ് ഫ്രണ്ട്, ഈ ഒരു നായകൻ ഒരു വിഷ് ചെയ്യുന്നു. അപ്പോൾ ഒരു പെണ്ണ് അതോടെ പെട്ടെന്ന് അതിൻ്റെ മൈൻഡ് മാറുന്നു. അത് ഇവനെ പറ്റി ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്ത് ചെയ്താലും ഇവനെ പറ്റി തന്നെ ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവനെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവനെ ഒന്നും ചെയ്യില്ല എന്ന് ഇവനറിയാം. ഇവനെ ഒന്നും ഉപദ്രവിക്കില്ല. പക്ഷേ ഈ പെണ്ണ് മൊത്തം ഒരു വേറൊരാളെ പോലെയായി മാറിയിരിക്കുകയാണ്. അതൊരു നല്ലൊരു സംഗതിയായിരുന്നു. അതിൽ പിന്നെ കുറേ ആലോചിക്കാനുള്ള സംഗതികളുണ്ട്. വേണമെങ്കിൽ ഈ ഡേറ്റിങ്ങിനെ പറ്റി അല്ലെങ്കിൽ പ്രേമിക്കുന്നതിനെ പറ്റി. ഇപ്പോൾ ഒരാൾക്ക് വേറൊരാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ വേറൊരാളോട് താല്പര്യമില്ല. അയാൾ ചെന്ന് അഭ്യർത്ഥന നടത്തുന്നു. ഈ പെണ്ണോ ചെക്കനോ അത് വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില കേസസിൽ ഇവർ എക്സ്ട്രീമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എടുക്കും. വല്ല സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആലോചിക്കാവുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ വേറെ ആളെ നിർബന്ധിച്ച് നമ്മൾ പ്രേമിക്കുകയാണെങ്കിൽ, അല്ല പ്രേമിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള സംഗതിയൊക്കെ ഇതിൽ ആലോചിക്കാനുണ്ട്. ഇയാൾ വിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ പെണ്ണും അത് കഴിഞ്ഞിട്ടുള്ള പെണ്ണും സ്വഭാവം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ സംഗതി നമുക്ക് കുറേ ആലോചിക്കാനുണ്ട്. പക്ഷേ ഇതിൽ കുറേ അധികം എക്സാജറേഷൻ വരുന്നുണ്ട്. അവിടെയാണ് എനിക്ക് ഈ സിനിമ അത്ര ഒരു ഇഷ്ടമല്ലാതെ പോയത്. മൊത്തം കഥ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയ സംഗതിയാണ് കാണുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുമെടുത്ത സംഗതികളല്ല. പക്ഷേ അതിൽ കുറേ എക്സാജറേഷൻ വെറുതെ കൊണ്ടുവന്നു. ഇയാൾ വിഷ് ചെയ്തത് ഈ പെണ്ണ് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്നാണ് ഇയാൾ വിഷ് ചെയ്തത്. പക്ഷേ ഈ പെണ്ണൊരു സൈക്കോ രീതിയിലാണ് പിന്നെ പെരുമാറുന്നത് പല സിറ്റുവേഷനിലും. രാത്രി ഇവൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഇവൻ്റെ മാറി നോക്കി നിൽക്കുക, എന്നിട്ട് എന്തൊക്കെയോ ഭ്രാന്ത് പറയുക. എന്നാൽ ഇപ്പോൾ പബ്ലിക് സിറ്റുവേഷനിലൊക്കെ വല്ലാതെ വിയേർഡായിട്ട് പെരുമാറുക. ഇവനോട് തന്നെ ഇടയ്ക്ക് വല്ലാതെ വിയേർഡായിട്ട് സംസാരിക്കുക. അങ്ങനത്തെ സംഗതി ഒരു ഹൊറർ സീൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണത്. അത് നല്ല നല്ല രീതിയിൽ ഹൊറർ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു എക്സാജറേഷനാണ്. നമ്മൾ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു എക്സാജറേഷനായിട്ട് തോന്നും. ആ ഒരു എക്സാജറേഷൻ ഇല്ലാതെ കുറച്ചും കൂടെ സട്ടിലായിട്ട് കൊണ്ടുവരായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയേനെ. ഇയാളുടെ ഡോറ് കുറേ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അടുത്ത ദിവസം പോകാൻ പറ്റുന്നില്ല അയാൾക്ക്. അത് കാണുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അയാൾക്ക് പോകാൻ ഈ പെണ്ണ് സമ്മതിക്കുന്നുണ്ട്. അയാൾ കഷ്ടപ്പെട്ടാണ് പോയത്. അന്ന് പിന്നെ ആ വീട്ടിലേക്ക് അയാൾ തിരിച്ചു വരും. സാധാരണ ഒരു മനുഷ്യൻ എന്തായാലും തിരിച്ചു വരില്ല. പക്ഷെ അയാൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഇയാളുടെ കൂട്ടുകാരൻ ചോദിക്കേണ്ട എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒട്ടും ബിലീവബിൾ ആയിട്ടുള്ളൊരു സംഗതി ആയിരുന്നില്ല. അത് കുറച്ചും കൂടെ സട്ടിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ കുറേം കൂടെ നല്ല എഫക്റ്റീവ് ആയേനെ. ഇയാൾക്ക് കംപ്ലീറ്റ് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഈ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഒരവസാനം വരെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ആൻഡ് അവസാനത്തെ ആ ഒരു മർഡർ നടക്കുന്ന, ആ ഒരു പെണ്ണിനെ കൊല്ലുന്ന ആ ഒരു സീൻ എത്തുന്നത് വരെ ഇവൻ കംപ്ലീറ്റ്ലി അങ്ങ് ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് എക്സലൻറ്റ് മൂവിയായി മാറിയേനെ. പിന്നെ അതിൽ എന്താ പറയുക, എന്തുകൊണ്ട് ഈ വിഷ് എല്ലാം റിയൽ ആകുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളൊന്നും നോക്കുന്നില്ല. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ബട്ട് അത് കുഴപ്പമില്ല, അതൊരു വലിയ പ്രശ്നമല്ല. അയാൾ ആ വിഷിങ് സ്റ്റിക്ക് ഉണ്ടാക്കുന്ന കമ്പനിയെ വിളിക്കുമ്പോൾ അവരിത് വളരെ റിയലാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരാരാണ്, എന്താണ്, എന്തുകൊണ്ട് ഇത് റിയൽ ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് ഇന്നവേ അത് നല്ലതാണ്, വലിയ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു എക്സാജറേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഫിലിം എക്സലൻ്റ് ആയി മാറിയേനെ. ഇപ്പോൾ ഇത് ഒരു അബോവ് ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വരുന്ന റിവ്യൂസിൻ്റെ അത്രയും ഒരു സൂപ്പർ ഫിലിം എന്ന് പറയാൻ പറ്റുന്നില്ല.